ഹലോ, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് കോടനാട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരു മാസത്തിന് മുമ്പ് പോയ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ 4 പേരാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ 6 പേരാണ് കേട്ടോ. അച്ചാമ്മയും അച്ചാച്ചനും ഉണ്ട്. അപ്പോൾ ഇന്ന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ പെങ്ങളുടെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഓട്ടോന് വന്നിട്ട് നമ്മൾ പറൂർ സ്റ്റാൻഡിൽ നിന്ന് ആലുവക്കാണ് കേട്ടോ ബസ് കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് പെരുമ്പാവൂർക്ക് പോകണം. അവിടെ നിന്ന് പെരുമ്പാവൂരിൽ നിന്ന് കോടനാടുക്ക്. അങ്ങനെ നമ്മൾ ബസ് കയറി വന്നതിന് ശേഷം അവരുടെ അവിടെ നിന്ന് കുറച്ച് ഓട്ടോന് പോകണം കേട്ടോ അവരുടെ വീട്ടിലേക്ക്. അങ്ങനെ നമ്മൾ 2 ഓട്ടോനാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം 6 പേർക്കും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒരു ഓട്ടോയിൽ കയറില്ല. അപ്പം അച്ചാച്ചനും അച്ഛനും അമ്മയും വേറൊരു ഓട്ടോനായിരുന്നു. ഞാനും ചേച്ചി അച്ചാമ്മയും ഈ ഓട്ടോനായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ അവരുടെ നാട്. പിന്നെ കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ ഒത്തിരി സ്ഥലത്തൊക്കെ പോയി. തവണ അങ്ങനെ പോകുമൊന്നുമില്ല കേട്ടോ. നമ്മളിത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഈ കയറുന്ന പൊക്കത്ത് കാണുന്ന വീടാണ് കേട്ടോ അവരുടെ. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ വെളിച്ചൻ ഫോണൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇതാണ് അവരുടെ വീട്. അങ്ങനെ നമ്മൾ വന്നതിന് ശേഷം ചായയൊക്കെ കുടിച്ച് അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു വല്യമ്മയും വെളിച്ചനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചെന്നപ്പോൾ അവിടെ. പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാനും മൂത്ത ചേട്ടനും കൂടി കടയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ അവിടെ കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കേക്കും വാങ്ങി പൊന്നാട വാങ്ങണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പൊന്നാടയൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ കേക്ക് വാങ്ങുന്ന അവിടെ നിന്ന് നമ്മൾ കുറച്ച് ബലൂണും അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാം 4 പേരും കൂടി ബലൂണൊക്കെ വിറിപ്പിച്ചിട്ടാണ്. ഇതാണ് അച്ചാച്ചൻ. അച്ചാച്ചനോട് ഹായ് തരാൻ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഹായ് തരുന്നത്. ഇതാണ് അച്ഛൻ്റെ അച്ഛൻ. പിന്നെ ഇതാണ് കേട്ടോ ചേച്ചിനെ മിക്ക വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ 4 പേരും കൂടി ഒരുക്കിയതാണ് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ 4 പേരും കൂടി ഒരുക്കിയത്. അങ്ങനെ അതൊക്കെ ഒരുക്കിയതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും വല്യമ്മയും കൂടി ആയിരുന്നു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. അവരുടെ അടുത്ത് തന്നെയുള്ള കോടനാടുള്ള അമ്പലത്തിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കഴിഞ്ഞ തവണ പോയപ്പോൾ ആനക്കൂടിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആനക്കൂട് അതുപോലെ ആനപ്പാപ്പം പരിശീലന കേന്ദ്രത്തിൻ്റെയൊക്കെ അടുത്താണ് ഇവരുടെ അമ്പലം. അവിടെയും അതുപോലെ പോകുമ്പോൾ തന്നെ ഒരു കുടുംബക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെയും മണ്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിതേ വീട്ടിലെത്തിയപ്പോൾ ഓരോരുത്തർ ഓരോ സൈഡിലൊക്കെ ആയിട്ടിരുന്ന് വർത്താനമൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ അവരുടെ റൂമുകളിലൊക്കെ ചെയ്തിട്ടുള്ള വർക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അലമാരയൊക്കെ ചേട്ടൻ ഇതൊക്കെ സ്വന്തമായിട്ട് ചേട്ടൻ തന്നെ ചെയ്താണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അച്ഛയ്ക്കും അമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നതാണ്. ഈ കാണുന്നത് ഇവരുടെ അടുത്തുള്ളൊരു വെളിച്ചനാണ് കേട്ടോ. പിന്നെ കുറച്ച് പേര് അവർ തൊട്ടടുത്തുള്ള 2 വീട്ടുകാരും അതുപോലെ തന്നെ വെല്ലുമ്മ ജോലി എടുക്കുന്ന സ്ഥലത്ത് അവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ബർത്ത്ഡേക്ക്. പിന്നെ നമ്മളും വേറെ ആരും വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 50ാമത്തെ പിറന്നാളായിരുന്നു കേട്ടോ. അപ്പം അങ്ങനത്തെ ചേട്ടൻ മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു പ്ലേറ്റിൽ നമ്മൾ ലഡു അതുപോലെ തന്നെ ഒരു പ്ലേറ്റിൽ മിഠായിയാണ് കേട്ടോ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പോയപ്പോൾ കുറച്ച് റോസാപ്പൂ നമ്മൾ വീട്ടിൽ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുമാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അലങ്കരിച്ചേക്കണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു 4 പേരും കൂടി ഇതിൽ മ്യൂസിക്കായിരുന്നു കേട്ടോ. കോപ്പിറൈറ്റ് കിട്ടേണ്ടതെന്ന് എഴുതിയാണ് ഞാനത് ഓഡിയോ കൊടുക്കാത്തത്. കാരണം മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ വല്യമ്മയും വലിയച്ഛനും അതുപോലെ തന്നെ ഇതാണ് 2 ചേട്ടന്മാർ വല്യമ്മയുടെ മക്കൾ. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും വായിലൊക്കെ വെച്ച് കൊടുത്ത് വല്യമ്മ. പിന്നെ പൊന്നാട അണിയിച്ചു. അച്ഛൻ പൊന്നാടയൊക്കെ അണിയിച്ചു. പിന്നെ ഇത് അച്ഛനും അമ്മയും അച്ചാമ്മയും അച്ചാച്ചനും എല്ലാവരും വല്യമ്മയ്ക്ക് കേക്കൊക്കെ കൊടുത്തു. പിന്നെ സദ്യ ഇരുന്നിട്ടാ അന്ന് രാത്രി ഉണ്ടായിരുന്നത്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് വല്യമ്മ ഒറ്റയ്ക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. 2 കൂട്ടം പായസം, പിന്നെ സ്പെഷ്യൽ എടുത്ത് പറയേണ്ടത് മത്തങ്ങ പായസം അതുപോലെ തന്നെ സേമിയ പായസം, പിന്നെ കുറേ കറികളൊക്കെ ആയിട്ട് കണ്ടില്ലേ. ഇത് ഫുള്ള് ഒറ്റയ്ക്ക് ഒരുക്കിയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം വല്യമ്മയും അമ്മയൊക്കെ കൂടി എല്ലാം ഒതുക്കിയതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും പോയി കിടന്നുറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.